ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കുന്നതിനായി ടെഹ്റാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരു കരാറിന് തയ്യാറാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ നേതൃത്വത്തിനിടയിലുള്ള കടുത്ത ഭിന്നതയാണ് ഒരു ശാശ്വത പരിഹാരത്തിന് തടസ്സമാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ 3-4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇത്തരമൊരു ചിതറിക്കിടക്കുന്ന നേതൃത്വത്തിന് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നും ട്രംപ് പരിഹസിച്ചു. ഇറാനുമായുള്ള വിഷയത്തിൽ തന്റെ മുന്നിൽ ഇനി 2 വഴികൾ മാത്രമേയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒന്നുകിൽ ശക്തമായ സൈനിക നടപടിയിലൂടെ അവരെ എന്നേക്കുമായി തകർക്കുക, അല്ലെങ്കിൽ ഒരു കരാറിലെത്തുക. ബോംബാക്രമണം പുനരാരംഭിക്കാൻ തനിക്ക് വ്യക്തിപരമായി താൽപര്യമില്ലെങ്കിലും US സെൻട്രൽ കമാൻഡിൽ നിന്ന് സൈനിക നീക്കങ്ങൾക്കുള്ള പുതിയ പ്ലാനുകൾ താൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ട്രംപ് വെളിപ്പെടുത്തി. അതേസമയം യുദ്ധം തുടങ്ങുന്നതിന് കോൺഗ്രസിന്റെ അനുമതി തേടില്ലെന്ന സൂചനയും പ്രസിഡന്റ് നൽകി. യുദ്ധം തുടങ്ങി 60 ദിവസത്തിനകം പാർലമെന്റിന്റെ അനുമതി വാങ്ങണമെന്ന 1973 വാർ പവേഴ്സ് റെസല്യൂഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മാർച്ച് 2-നാണ് യുദ്ധം തുടങ്ങിയതായി ട്രംപ് കോൺഗ്രസിനെ അറിയിച്ചത്. ഇതനുസരിച്ച് നിയമപരമായ 60 ദിവസത്തെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. എന്നാൽ കോൺഗ്രസിനോട് അനുവാദം ചോദിക്കാൻ താൻ ബാധ്യസ്ഥനെന്ന നിലപാടിലാണ് ട്രംപ്. മുൻപ് ഒരു പ്രസിഡന്റും ഇത്തരത്തിൽ അനുമതി തേടിയിട്ടില്ലെന്ന് അദ്ദേഹം തെറ്റായി അവകാശപ്പെടുകയും ചെയ്തു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ട്രംപിന്റെ നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെ ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ശക്തമായിരിക്കുകയാണ്. ഇറാൻ US യുദ്ധത്തിൽ സമാധാന ചർച്ചയിൽ ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കില്ലെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത്. 3 വർഷത്തിനുള്ളിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകുമോ എന്നും ട്രംപ് ചോദിച്ചു. ഇറാന്റെ സൈന്യത്തെ അമേരിക്ക നശിപ്പിച്ചുവെന്നും ട്രംപ് വെള്ളിയാഴ്ച അവകാശപ്പെട്ടു. ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിലാണെന്ന് തോന്നുന്നുവെന്ന് പറഞ്ഞ ട്രംപ് ഇറാനുമായി ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ അമേരിക്കയ്ക്ക് മെച്ചമായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇറാൻ വിഷയത്തിൽ തന്റെ മുന്നിലുള്ള മാർഗം ബോംബിട്ട് അവരെ തകർത്ത് എന്നേക്കുമായി അവസാനിപ്പിക്കുക മാത്രമാണെന്ന് പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു കരാറിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നിങ്ങൾക്ക് സത്യം അറിയണോ? കാരണം ഇത് തുടരാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. സമാധാന ചർച്ചകൾക്ക് ഇറാൻ പാകിസ്ഥാൻ മുഖേന കൈമാറിയ നിർദ്ദേശങ്ങളാണ് അമേരിക്ക തള്ളിയത്. ഒരു കരാറിലെത്തണമെന്നതാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അത് തനിക്കറിയാം. എങ്കിലും അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ അത്ര തൃപ്തനല്ല ഞാൻ. ഇറാനിൽ ആകെ പ്രശ്നങ്ങളാണ്. നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയുമുണ്ട്. അതുപോലുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. നിലവിൽ ഇറാൻ നൽകിയ നിർദ്ദേശം സ്വീകാര്യമല്ല. അവരതിൽ മാറ്റം വരുത്തി പുതിയത് കൈമാറട്ടെ. ഇറാൻ അല്പം ആശയക്കുഴപ്പത്തിലാണെന്നറിയാം. എങ്കിലും ചർച്ചകൾ തുടരട്ടെ എന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ആണവ നിരായുധീകരണത്തിന് തയ്യാറാവണമെന്നതാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ചർച്ച വേണ്ടെന്നും ഇത് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാമെന്നുമാണ് ഇറാന്റെ നിലപാട്. ഇരു കൂട്ടരും തമ്മിൽ നേരത്തെയും സമാധാന ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും അത് അലസിപ്പിക്കുകയായിരുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച US ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധം 2 മാസം പിന്നിട്ടിരിക്കുകയാണ്. അതേസമയം യുദ്ധത്തിന് US കോൺഗ്രസിന്റെ അനുമതി തേടാനുള്ള 60 ദിവസത്തെ സമയപരിധി അവസാനിക്കവേ ഇറാനുമായുള്ള ശത്രുത അവസാനിപ്പിച്ചു എന്നും ഇനി അനുമതി തേടേണ്ട ആവശ്യമില്ലെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ട്രംപ് കോൺഗ്രസിന് കത്ത് കൈമാറുകയും ചെയ്തു. പിന്നാലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാനസികാരോഗ്യം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാവാതെ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പതറി നിന്നു. US പ്രതിരോധ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന ഹൌസ് ആൻഡ് സർവീസസ് കമ്മിറ്റിയുടെ വാദം കേൾക്കലിനിടെയാണ് ട്രംപിന്റെ വിവാദ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെയും നിയന്ത്രണമില്ലാത്ത പെരുമാറ്റത്തെയും കുറിച്ച് പ്രതിനിധികൾ ചോദ്യമുന്നയിച്ചത്. സേനയുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ട്രംപ് മാനസികമായി ആരോഗ്യവാനാണോ എന്നും ഇക്കാര്യത്തിൽ തന്റെ മണ്ഡലത്തിലുള്ളവർക്ക് ആശങ്കയുണ്ടെന്നും അദ്ദേഹം രാജ്യത്തെ നയിക്കാൻ പ്രാപ്തനാണോ എന്ന് പല ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ചോദ്യത്തിന് അതെ എന്നോ അല്ല എന്നോ കൃത്യമായ മറുപടി നൽകുന്നതിനു പകരം മുൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരായ സമാനമായ ചോദ്യങ്ങൾ കഴിഞ്ഞ 4 വർഷം ഉയർന്നിരിക്കുമോ എന്ന് ഹെക്സത്ത് തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ സ്തംഭനാവസ്ഥയിലായ സാഹചര്യത്തിൽ ട്രംപ് പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇറാൻ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി എല്ലാം തന്നെ ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നു. കൂടാതെ തന്നെ ഒരു ദൈവതുല്യനായ രൂപത്തിൽ ചിത്രീകരിക്കുന്ന AI ചിത്രം ട്രംപ് പങ്കുവച്ചതും വലിയ വിവാദമായിരുന്നു. പിന്നീട് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ചിത്രം നീക്കം ചെയ്തെങ്കിലും ജനങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ഡോക്ടറായിട്ടാണ് തന്നെ അതിൽ ചിത്രീകരിച്ചത് എന്നായിരുന്നു ട്രംപിന്റെ വിചിത്രമായ വിശദീകരണം. ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിന്റെ മാനസിക നിലയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരാൻ കാരണമായത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.